നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ഒരു ജോലി നേടുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് എത്രത്തോളം ആസ്വദിക്കുന്നു എന്നത് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിനെ പറ്റിയാണ്. ടെറാക്കോട്ട ഇപ്പോൾ പൊതുവെ വൈഡായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓർണമെൻറ്റാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റി ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും നിലവിലുണ്ട്. അതിൽ ഏറെ പ്രചാരമുള്ളത് ഏത് ടൈപ്പ് ക്ലേ ആണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിപണിയിൽ 2 ടൈപ്പ് ക്ലേ അവൈലബിൾ ആണ് ടെറാക്കോട്ട ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് നാച്ചുറൽ ക്ലേ, അതായത് ഇതാണ് നമ്മുടെ നാച്ചുറൽ ക്ലേ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ അടുക്കളയിൽ സാധാരണ യൂസ് ചെയ്യുന്ന മൺചട്ടി മൺപാത്രങ്ങളെല്ലാം നാച്ചുറൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കാണുന്നതാണ് എയർ ഡ്രൈ ക്ലേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതങ്ങനെ നമുക്ക് ഇതും കൊണ്ട് മൗൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെൻഡൻറ്റോ ഇയറിങ്സോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 2-3 ദിവസം ലീവ് ചെയ്താൽ അത് തന്നെ ഉണങ്ങി ആ ഉണങ്ങിയതിനകത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് പെൻഡൻ്റായിട്ടോ ഇയറിങ്സ് ആയിട്ടോ യൂസ് ചെയ്യാം. ഇത് രണ്ടിനെയും സംബന്ധിച്ച് നാച്ചുറൽ ക്ലേയും ടെറാക്കോട്ട എയർ ഡ്രൈ ക്ലേയും സംബന്ധിച്ച് രണ്ടും മേക്കിങ് സെയിം ആണ്. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഓരോ ചെയ്യുന്ന പ്രോസസ്സ് സെയിമാണ്. ഓൺലി തിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസമുള്ളൂ. നാച്ചുറൽ ക്ലേ നമ്മൾ പെൻഡൻ്റായിട്ട് മൗൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ജിമിക്കായിട്ട് മൗൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ബേക്ക് ചെയ്യണം. എയർ ഡ്രൈ ക്ലേ ബേക്ക് ചെയ്യേണ്ട, വെറുതെ ലീവ് ചെയ്താൽ മതി. പക്ഷേ നാച്ചുറൽ ക്ലേ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ബേക്ക് ആകാനുള്ള ടൈം 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് നമ്മൾ 900 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, സോറി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക ചൂളയിൽ കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുകയാണ് പതിവ്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പലർക്കും ഉള്ള സംശയമാണ്, ഇത് ഓവനിനകത്ത് ബേക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ഒരിക്കലും ഓവനിനകത്ത് ബേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് ഒരിക്കലും ഏൽക്കാൻ പാടില്ല. ഡയറക്റ്റ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവം പൊട്ടിപ്പോവും. ടെറാക്കോട്ട നാച്ചുറൽ ക്ലേയും കൊണ്ടുണ്ട്. അപ്പോൾ ഈ വക ടെൻഷൻസും ഒന്നുമില്ല നമ്മൾ എയർ ഡ്രൈ ക്ലേയിലേക്ക് വരുമ്പോൾ. പക്ഷേ എയർ ഡ്രൈ ക്ലേയുടെ ഡ്രോബാക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ക്ലേയെ സംബന്ധിച്ച് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ച് കുറവായിരിക്കും. നമുക്കിനി എങ്ങനെയാണ് ഒരു സിമ്പിൾ ജിമിക്ക ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം നമുക്ക് വൈഡായിട്ട് എല്ലാ സ്റ്റേഷനറീസിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ജിമിക്ക മൗൾഡ് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. കേരളത്തിലാണെങ്കിൽ തന്നെ ഇതാണ് നമ്മുടെ ജിമിക്കയുടെ മൗൾഡ്. ഇതിൽ പല ഷേപ്പിലുള്ള മൗൾഡുകളുണ്ട്, പല സൈസിലുള്ള മൗൾഡുകളുണ്ട്. ഇതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ക്ലേ എടുക്കുക, അതൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര ഒരു ജിമിക്ക ഒരു ചെറിയ ക്വാണ്ടിറ്റി ക്ലേ എടുത്ത് നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ആട്ടയൊക്കെ കുഴയ്ക്കുന്ന പോലെ ചെറിയ ബോളാക്കുക. ആ ബോള് ഈ മൗൾഡിലേക്ക് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യം, ഒരല്പം എണ്ണ ഏത് മൗൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ തടവുക. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് കയറ്റുന്ന ഇത് മൗൾഡ് ഈസി ആയിട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഇത് ഫിക്സ് ചെയ്ത് നോക്കുക.
ഇപ്പം ഇത് കൂടുതലാണിതിന്. ഈ ഒരു മോൾഡിന് ഇത്രയും വലിയ ബോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീണ്ടും നമ്മളത് ചെറുതാക്കുക. ചെറിയ ബോളെടുത്ത് നമ്മൾ ഈ ഷേപ്പിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നടുവിൽ തന്നെ പ്രസ് ചെയ്യുക. നടുവിൽ തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈവനായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ അത് സ്പ്രെഡാവും. പ്രസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കത്തിയോ കട്ടറോ, ഇതാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള്. ഇത് സ്ലാൻറ്റിങ് ടൂളാണ്. ഈ ടൂള് വെച്ചിട്ട് പതിയെ വളരെ സൂക്ഷിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി പതുക്കെ ഇതിനകത്തുനിന്ന് റിലീസ് ചെയ്യുക. ഈ മോൾഡിനകത്തുനിന്ന് ഇത് തിരിച്ചെടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം, ഈ ഔട്ടർ ഷേപ്പ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അതിന് പതുക്കെ ഒരു സൈഡിൽ നിന്നൊരു പ്രസ് കൊടുത്ത് നമ്മൾ നേരത്തെ ഓയിൽ ഇട്ടിരിക്കുന്ന കാരണം വളരെ ഈസി ആയിട്ട് ഇത് മൗൾഡ് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മുടെ ജിംകായുടെ മൗൾഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ അൺഈവനായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഏരിയാസ് എല്ലാം അൺഈവനായിട്ടാണ്. കിട്ടത്തക്ക രീതിയിൽ ജിംക വയ്ക്കുക. എക്സാക്ട് സെൻറ്റർ നോക്കി നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുക. സെക്കൻഡ് റൗണ്ടിൽ അതിൽ അല്പം കൂടെ വലിപ്പം കൂടിയ സർക്കിൾ എടുത്ത് അതും ഇതുപോലെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ്മെൻറ്റ് വളരെ കറക്റ്റായിരിക്കണം. പ്ലേസ്മെൻറ്റ് കറക്റ്റായാലും നമ്മളിത് ഫുള്ള് വീണ്ടും റീഡു ചെയ്യേണ്ടി വരും. ഇംപ്രഷൻ കൊടുത്തു. ഇനി ഇതിന് വേണ്ടത് നമ്മുടെ കയ്യിൽ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള റീഫില്ലാണ്. ഈ റീഫിലിൻ്റെ ഈ അറ്റം കൊണ്ട് നമുക്ക് വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇംപ്രഷൻസ് ഇടാൻ പറ്റും. ഒരു ഷേപ്പ്. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ സെക്കൻഡ് പോർഷനിലുള്ള ഡിസൈനിങ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ട നേരത്തെ നമ്മളെടുത്ത സ്ലാൻറ്റിങ് ടൂള് തന്നെ ഞാനിതിലൊരു വേറെ ഡിസൈൻസ് ഇടാൻ പോവാണ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ സ്പോട്ട് ചെയ്യാൻ പോവാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സ് അറേഞ്ച് ചെയ്യണം. ബീഡ്സ് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പോർഷനിൽ ബീഡ്സ് കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്ലേ എടുക്കുക. അത് ഈക്വലായിട്ട് ചെറിയ ബോളുകൾ ഉണ്ടാക്കുക. അതിൽ ഈക്വലായിട്ടുള്ള ചെറിയ ബോൾ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി കുറച്ച് ബീഡ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്രോം വയറാണ്. നിക്രോം വയർ എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിക്രോം വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേക്ക്ഡ് ക്ലേ, അതായത് നാച്ചുറൽ ടെറാക്കോട്ട ക്ലേക്കാണ് നമ്മൾ നിക്രോം വയർ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റിൽ ബേക്ക് ചെയ്യുമ്പോൾ സാധാരണ കമ്പികളാണെങ്കിൽ അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെങ്ത്തിൽ കട്ടർ കട്ട് ചെയ്യുക. വേറെ ഒന്നിലും ടച്ച് ചെയ്യാതെ നേരെ സെൻറ്റർ പോർഷനിലേക്ക് ഇറക്കുക. ഇപ്പം ഈ ഒരു ബീഡ് നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ഈ ബീഡ്സ് പതുക്കെ ഈ ജിംകയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓരോ ബീഡെടുത്ത് വളരെ
ഉണ്ട്. ആ പ്ലെയർ എടുത്ത് നമ്മൾ ഈ അറ്റത്ത് പിടിക്കുക. അറ്റത്ത് പ്ലെയർ പിടിച്ച് പതുക്കെ നമ്മളിത് വളയ്ക്കുക. ഒരു ലൂപ്പ് ഉണ്ടാക്കുക. പതുക്കെ വളയ്ക്കുക. ജസ്റ്റ് ഒരു ലൂപ്പ്. പ്രസ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ലൂപ്പ് ആക്കി. ഇനി ഇത് നാച്ചുറൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജിമിക്കയാണ്. ഈ ക്ലേ ഇങ്ങനെ ഉണ്ടാക്കിയ പീസ് നിങ്ങളൊരു 2 ദിവസം അങ്ങനെ ലീവ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിലെ വെള്ളമയം പൂർണ്ണമായും പോയതിന് ശേഷം മാത്രമേ ഇത് ബേക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ബേക്ക് ചെയ്യുമ്പോൾ. ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജിമിക്കയാണ്, ഡ്രൈ ആയിരിക്കുന്ന ഒരു ജിമിക്കയാണ്. ഈ കളറിലാവും ഇത്. ഈ കളറിലാവുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ബേക്ക് ചെയ്യാൻ റെഡിയാണ്. ബേക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഇഷ്ടിക ചൂള ഉണ്ടെങ്കിൽ ഇഷ്ടിക ചൂളയെ കൊണ്ട് അവരുടെ കൊടുത്താൽ മതി. അത് ബേക്ക് ചെയ്ത് നമുക്ക് തിരികെ കിട്ടും. ഇതേ സെയിം പ്രൊസീജിയറാണ് എയർ ഡ്രൈ ക്ലേയിലും ഉണ്ടാക്കുന്നത്. പക്ഷേ എയർ ഡ്രൈ ക്ലേയിൽ നമ്മൾ ബേക്ക് ചെയ്യാനൊന്നും കൊടുക്കേണ്ട, ഓവൻ വെച്ച് ബേക്കിങ്ങോ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ഒരു 2-3 ഡേയ്സ് അത് വെറുതെ വിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഏറ്റവും ലോ ബ്രിസലുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഈ ജിമിക്കയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ബ്ലാക്കും ഗോൾഡും കോമ്പിനേഷനാണ്. ഇതിന് യൂസ് ചെയ്യുന്ന അക്രിലിക് പെയിൻ്റാണ്. ഇപ്പോൾ ക്യാമലിൻ്റെ ആണെങ്കിലും ഫെവിക്രിലിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യുക. വേറൊരു പെയിൻറ്റും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എടുപ്പ് കാണില്ല. മാത്രമല്ല വേറൊരു പെയിൻറ്റ് ഇതിനകത്ത് പൊതുവെ നന്നായിരിക്കില്ല. ആ ഒരു ഗ്ലേസിങ് കിട്ടണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യുക. പോളിഷിങ് 2 ടൈപ്പിലുണ്ട്. ഇപ്പം നമ്മൾ ബേക്ക്ഡ് ക്ലേക്കും എയർ ഡ്രൈ ക്ലേക്കും രണ്ടും 2 രീതിയിലാണ് ചെയ്യുക. പോളിഷിങ് വരുന്നത് എയർ ഡ്രൈ ക്ലേയിൽ നമ്മൾ പോളിഷ് യൂസ് ചെയ്യാവുള്ളൂ. അത് പോളിഷിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്ലേസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഗ്ലേസിങ് യൂസ് ചെയ്യാനായിട്ട് പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ നോട്ട് ചെയ്യുക. പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞ് ക്യാൻവാസിന് ചെയ്യുന്ന ഗ്ലേസിങ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ടെറാക്കോട്ട ജിമിക്ക ഉണ്ടാക്കി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ ഇപ്പം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഇതിന് ഒരു ബേക്ക്ഡ് ടെറാക്കോട്ട യൂസ് ചെയ്തത് മുഴുവൻ നിക്രോം വയറാണ്. പക്ഷേ നമ്മൾ എയർ ഡ്രൈ ക്ലേയിലേക്ക് വരുമ്പോൾ നിക്രോം വയറല്ല യൂസ് ചെയ്യേണ്ടത്. നിക്രോം വയർ യൂസ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും അതിന് ഈ പിൻസ് കിട്ടും, ഐ പിൻസ് കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇതും എല്ലാ ജ്വല്ലറി മേക്കിംഗ് ഷോപ്പിലും അവൈലബിൾ ആണ്. ഐ പിൻസ് കിട്ടും. ഇനി ഇതിനെപ്പറ്റി ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്കൊരു പേജുണ്ട്, വശ്യ ഡിസൈൻസ് എന്നാണ് പേര്, VASHYA ഡിസൈൻസ്. പിസ്സ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ താല്പര്യമാണ് പിസ്സ. എന്നാൽ ഈ പിസ്സ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ എല്ലാവരും പിസ്സ കഴിക്കാൻ റെസ്റ്റോറൻറ്റുകളെയും പിസ്സ ഹട്ടുകളെയും സമീപിക്കാറുണ്ട്.
അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും പിസ്സ. ഇന്ന് ചന്ദ്രലേഖയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നതും ഒരു പിസ്സ റോളാണ്. ഈസി ആയിട്ട് ഒരു പിസ്സ റോൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടു നോക്കൂ. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഈവനിങ് സ്നാക്കുകളായ പരിപ്പ് വട, പഴംപൊരി, സാൻഡ്വിച്ച് അല്ലെങ്കിൽ ടോസ്റ്റ്, ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്കൊരു ഡിഷ് ട്രൈ ചെയ്യാം അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പിസ്സ റോൾസ് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ലൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 കപ്പ് മൈദപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെണ്ണ 2 ടേബിൾ സ്പൂൺ, ഷുഗർ പൗഡർ 2 ടേബിൾ സ്പൂൺ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 2 ടീസ്പൂൺ, പിസ്സ സോസ്, മയണൈസ്, ടൊമാറ്റോ സോസ്, ഒലീവ് ഓയിൽ, പിന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൂക്ക് വോം വാട്ടർ. ലൂക്ക് വോം വാട്ടറിന് പകരം നമുക്ക് പാലും ഉപയോഗിക്കാം. നമുക്കപ്പോൾ പിസ്സ ബേസാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും ആദ്യം നമ്മളിതിൽ കുഴച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം മൈദപ്പൊടി, പിന്നെ ഷുഗർ പൗഡർ, അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം, ഒരു നുള്ളുപ്പ്, ഈസ്റ്റ് 2 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ കുഴച്ച് വെക്കണം. ഷുഗർ പൗഡറിൽ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് വൃത്തിയാക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഈ പാകമാകണം. ഇനി ഇതിനെയാണ് നമ്മൾ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവമാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ബൗളിലിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി പൊങ്ങാൻ വയ്ക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന മാവ് ഏകദേശം അരമണിക്കൂർ എടുക്കും പൊങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതായത് ഇന്ന് ഈ മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളത് യൂസ് ചെയ്യണം. നാളത്തേക്ക് വെച്ചാൽ അത് പുളിച്ചു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം വളരെ കെയർഫുള്ളായിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓവറായാൽ അപ്പോഴും പുളിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം പൊങ്ങിക്കാണും. നമുക്ക് നോക്കാം. കണ്ടോ, നേരത്തെ വെച്ചതിലും കൂടുതൽ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പരത്തി ഇതിൻ്റെ ഫില്ലിംഗ് തൊട്ട് അതിനെ നമുക്ക് റോളായിട്ട് കട്ട് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കണം. മാവ് പരത്തുന്നതിന് മുമ്പ് ലൈറ്റായിട്ടൊന്ന് പൊടിയിട്ട് കൊടുക്കുക. ഇതെടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതെടുക്കാൻ. ഓവർ പ്രസ് ചെയ്യരുത്. ഇനി ഇത് നമുക്ക് എടുത്ത് പരത്താം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഒത്തിരി തിക്നെസ് പാടില്ല. ഏകദേശം ഒരു 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് മതി തിക്നെസ്. പിസ്സയല്ല നമ്മൾ ചെയ്യുന്നത്, പിസ്സ റോളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താം. നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് ചെയ്യാം. വെജിറ്റബിൾ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സവോളയുണ്ട്, തക്കാളിയുണ്ട്, കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് ഉണ്ട്, പിന്നെ ഒലീവ്സ് പച്ച കളറിലും കിട്ടും, കറുപ്പ് കളറിലും കിട്ടും. അത് രണ്ടും ഞാനിതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിൽ ഡ്രസ്സിങ്ങിനായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് സ്റ്റീക്ക് സോസ്, ചില്ലി സോസ്, ഇത്തിരി മയോ സോസ്, കുറച്ച് പെപ്പർ പൗഡറുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇതാണ് നമ്മളിപ്പോൾ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പിസ്സ സോസസ് എന്നും പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അത് കുറച്ച് ഇതിലിട്ട് പരത്തുക. ഞാൻ ഇനി ഇതിലിടാൻ പോകുന്നത് മയോ സോസാണ്.
മൊസറോള ചീസ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറോള ചീസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെജ് പിസ്സ റോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് ടൈം എടുത്തു ഇത് ബേക്ക് ആവാൻ. നമുക്ക് ഇഷ്ടാനുസരണം ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ക്യാരറ്റ് പൂവും ഒരു ക്യാബേജും കുറച്ച് സോസ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടും ആണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇന്ന് ചന്തലേഖയിലൂടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം.